ഒരു കൊച്ചു പെൺകുട്ടിയുടെ കൈകളിൽ പിടിച്ച് സ്കീബീഡി രാജാവ് ഒരു കത്തി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഒരു രക്തപ്രതിജ്ഞയിലൂടെ അവളെ ഒരു രാജകുമാരിയായി അഭിഷേകം ചെയ്യുക എന്നതാണ് അയാളുടെ ഉദ്ദേശ്യം. എന്നാൽ അയാൾ വെട്ടാനൊരുങ്ങുമ്പോൾ തന്നെ പിന്നിൽ നിന്നിരുന്ന അനൂബിസ് പ്രതിമ പെട്ടെന്ന് തീജ്വാലകളാൽ ആവരണം ചെയ്യപ്പെട്ടു. പ്രതിമയിൽ നിന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദം മുഴങ്ങി, "ഈ വിവാഹം നടക്കില്ല." ശബ്ദം അലറി. രാജാവ് ദേഷ്യത്തോടെ പ്രതിവചിച്ചു, "ഞാൻ ആഹാരം ഓർഡർ ചെയ്തു കഴിഞ്ഞല്ലോ." പക്ഷേ അനൂബിസിനോടുള്ള ഭയം അത്ര വലുതായതുകൊണ്ട് ആരും പിന്നീട് വാദിക്കാൻ ധൈര്യപ്പെട്ടില്ല. എല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നു. എന്നാൽ സത്യം അതായിരുന്നില്ല. ആ പെൺകുട്ടിയുടെ 2 കൂട്ടുകാർ പ്രതിമയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന് മൈക്രോഫോൺ വഴി സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആൺകുട്ടികളിലൊരാൾ അബദ്ധവശാൽ ഉച്ചത്തിൽ നിലവിളിക്കുകയും യഥാർത്ഥ ശബ്ദം പുറത്തുവരികയും ചെയ്തു. ആളുകൾ സ്തംഭിച്ചുപോയി. പിന്നീട് പ്രതിമയ്ക്കുള്ളിൽ തീ പടർന്നു പിടിക്കുകയും അതിന്റെ വായുടെ ഭാഗം അടർന്ന് താഴെ വീഴുകയും ചെയ്തു. ഇത് കണ്ടതും പെൺകുട്ടിയുടെ കൂട്ടുകാർ അവളെയും കൂട്ടി ഓടി രക്ഷപ്പെട്ടു. രാജാവും ഗ്രാമവാസികളും അവരെ പിന്തുടർന്നു. ഒരു മതിലിനടുത്ത് അവർ കുടുങ്ങിപ്പോയി. അപ്പോഴാണ് അവരുടെ ബുദ്ധിമാനായ നായ എത്തുന്നത്. അത് തന്ത്രപൂർവമായ ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് അവരെ രക്ഷിച്ചു. ഒന്നിച്ച് അവർ ഒരു നിഗൂഢമായ ചുവന്ന പറക്കുംകോളം വിളിച്ചുവരുത്തി. നിമിഷങ്ങൾക്കകം അവർ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി പിന്തുടർന്നവരെ പിന്നിലാക്കി.